ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ക്ലീനിങ് ഞാനൊരു 3 ദിവസം കൊണ്ട് തീർക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മുകളിലത്തെ നമ്മളെ 2 റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ അന്ന് നമ്മൾ വേഗം ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്ത് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക. ക്ലീനിങ്ങിന് നിൽക്കുകയാണെങ്കിലും ഞാൻ കുറേ ഒരു സമയമൊന്നും നിൽക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും നടക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊന്നും ഞാനങ്ങനെ ക്ലീനിങ്ങിന് നിൽക്കലില്ല. അപ്പോൾ എൻ്റെ രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. രാവിലെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഞാനൊന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ നനയ്ക്കലുണ്ട്. അപ്പോൾ ചെടികൾ പെട്ടെന്ന് വാടും, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇലകളൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ രാവിലെ നനയ്ക്കലുണ്ട്. ഇങ്ങനെ നനച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ നടന്ന് ഇലകളൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞ് അങ്ങനെ ഉള്ളൊക്കെ കയറിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉപ്പുമാവായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് വേഗം പണിക്ക് നിൽക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളും ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേഗം കുറച്ച് അരി ഉണ്ടായിരുന്നു, പച്ചരിയാണ്, അത് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. മുളകും മല്ലിയൊക്കെ കഴുകിയിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മല്ലി വറുക്കണം. പിന്നെ ഇത് പച്ചരിയും കൂടി ഉണങ്ങിയിട്ട് ഒരുമിച്ചിട്ട് പൊടിപ്പിക്കാൻ കൊടുത്തേക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാ, നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതിന് ഒരു ദിവസമായിട്ട് നിന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നോരോന്നോ ആക്കിയെടുക്കാമെന്ന് എഴുതിയിട്ട് പച്ചരിയും കൂടി ഇന്ന് കഴുകിയിട്ടാണെന്നൊക്കെ കരുതുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരി റെഡിയായി കിട്ടും. അരിയൊക്കെ വെള്ളം വാർന്നതിന് ശേഷം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നത് എടുക്കാഞ്ഞത്, അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോകുന്ന എഴുതിയിട്ടാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി നേരം വേണമല്ലോ, അതാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ എനിക്ക് തീർക്കണം. ഇങ്ങനെ മുകളിൽ 2 റൂമും ഒരു ചെറിയൊരു ബാത്റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം എന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ പച്ചരി ഇട്ടതിന് ശേഷം കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, ഇതും നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പിനുള്ള പ്രിപ്പറേഷൻസ് കുറേശ്ശായിട്ട് നമ്മളിങ്ങനെ തുടങ്ങി വെക്കുന്നുണ്ട്. നമ്മൾ നനച്ചുള്ളിപ്പണി ഇടയിൽ ഇതും കുറേശ്ശെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മാങ്ങ നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ കട്ടാക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒരു അച്ചാറിടുമല്ലോ, അതിനാണ്. അന്ന് കുറേ ഉണക്കല്ല, ഒരു 1-2 ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നോമ്പിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന 2 അച്ചാറുകൾ, ഇങ്ങനെ മാങ്ങ കട്ടാക്കിയിട്ട് ഉപ്പൊക്കെ ഇതാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ഉണക്കിയിട്ട് നമ്മൾ അച്ചാറിടും. പിന്നെ കടുമാങ്ങൻ്റെ അച്ചാറും ഇടൽ, മാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കടുമാങ്ങ അച്ചാറും ഇവിടെ സ്പെഷ്യലാണ്, വേണം. നോമ്പിന് എന്തായാലും വേണം കേട്ടോ. നമ്മൾ കിടക്കുന്ന സമയത്ത് കഞ്ഞി അങ്ങനെ കുടിക്കൂട്ടാം. കിടക്കുന്ന സമയത്ത് കുറച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് ഞാനും മോളൊക്കെ എടുക്കൽ. അപ്പോൾ ഈ സമയത്ത് അവൾക്ക് കടുമാങ്ങൻ്റെ അച്ചാറാണ് ആവശ്യം, കുട്ടികൾക്ക്. പിന്നെ ഞാനും അങ്ങനെ എന്തെങ്കിലും ഒരു അച്ചാർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണത്. ഇനി അത് വെയിലത്ത് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കടുമാങ്ങ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മാങ്ങ വാങ്ങി കൊടുത്തിട്ടുണ്ടായി നിൽക്കുക കുറച്ച് തിരൂരിന്ന്. അങ്ങനെ അത് കൊടുത്തിട്ട് നമ്മളങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ എടുത്തിട്ട് കഴിഞ്ഞിട്ട് എന്നാലും കുറച്ചുണ്ട്. ഇനി അത് വെച്ചിട്ടൊരു അച്ചാറാക്കണം, ഇതും വെച്ചിട്ടൊരു അച്ചാറാക്കണം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ മുളക് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു സമയത്ത് കഞ്ഞിക്ക് കുറേ നമ്മൾ എരിവുള്ള സാധനങ്ങളും പുളിയുള്ള സാധനങ്ങളൊന്നും നമ്മൾ നോമ്പിന് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ചെറുതായിട്ട് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കഴിക്കുമ്പോൾ നമുക്കതൊരു ഒരു ചോറുക്കായാലും കഞ്ഞിക്കൊക്കെ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് വെക്കലുണ്ട്.
പിന്നെ ഇങ്ങനത്തെ മുളക് ഞാൻ എടുക്കൽ നമ്മൾ പുളിഞ്ചി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടി എടുക്കലുണ്ട്. അപ്പോൾ പുളിഞ്ചി ഈ മുളക് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുളിഞ്ചിയും ഇൻഷാ അള്ളാ പറ്റിയ ഉണ്ടാക്കി വെക്കണം എന്ന് കരുതുന്നുണ്ട്. മുളക് നമ്മുടെ അടുത്ത് അങ്ങനെ ഇല്ല കേട്ടോ, ചെറിയൊരു തൈ ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ്. ഇനി വേറെ എവിടെന്നെങ്കിലും വാങ്ങാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പുളിഞ്ചി ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോമ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഞാനിങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് നോമ്പാകുമ്പോഴത്തേനും എല്ലാം റെഡിയാവും എന്നാണ് കരുതുന്നത്. ഇപ്രാവശ്യമൊക്കെയുള്ള കാരണം കൊണ്ട് കുറച്ചൊന്ന് നേരം വൈകിയിട്ടുണ്ട്, എന്നാലും എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോറ് എവിടെയെങ്കിലും പോയി വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് നേരമില്ല സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ചോറ് കൂട്ട ഒരു മുട്ടൊക്കെ പൊരിച്ച് അങ്ങനെയൊക്കെ ഒരു അച്ചാർ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു എരിവുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുറേശ്ശെങ്കിലും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുളിച്ചിട്ടാണ് നമ്മളെ പരിപാടിക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് കഴിയുന്നവരെ നമ്മൾ കുളിക്കാതെ നിൽക്കണ്ട. അങ്ങനെ നേരത്തെ കുളിക്കണ കാരണം കൊണ്ട് അത് കഴിഞ്ഞാണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കുന്നതാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഒന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കഴുകി വെള്ളം ഒഴിച്ച് കഴുകണ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തട്ടി കൊട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. അങ്ങനെ ആയാൽ തന്നെ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് പോകും. ആദ്യം തന്നെ ഞാൻ എല്ലായിടും ഒന്ന് മാറാല തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറാല ഈ ഒരു സമയത്തല്ലല്ലോ എപ്പോഴും നമ്മൾ തട്ടണതല്ല, ഒരു മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴും എങ്ങനെ എപ്പോഴാണ് മാറാല ഉണ്ടെന്ന് തോന്നുമ്പോഴോ ഒക്കെ നമ്മൾ തട്ടി കൊടുക്കുന്നതാണ്. അത് തന്നെ അധികമൊന്നുമില്ല, പക്ഷേ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, മാറാല പിടിച്ചിട്ടില്ല. അങ്ങനെ മുകളിൽ ഞങ്ങൾ ഉപയോഗം കുറച്ച് കുറവാണ്, ആരും അങ്ങനെ കയറില്ല. ഞാനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മുകളിലേക്ക് കയറലുള്ളൂ. പിന്നെ മക്കൾ രണ്ടാളും ബുക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ്, എന്നാലും അവർക്കും മടിയാണ് കയറാൻ. പഠിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിടക്കണ ഒരു ഇതൊന്നും അവിടെ ആരും കിടക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങളോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉള്ളത് മുഴുവൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടൊരു സാധനങ്ങളും വീട്ടിൽ ഞാൻ വെക്കലില്ല. ആവശ്യമില്ലാത്ത കുട്ടികളുടെ ബുക്സ് ആയാലും ഡ്രസ്സായാലും അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിലൊക്കെ ഞാൻ അത് ഡ്രസ്സ് പഴക്കമില്ലാത്ത ഡ്രസ്സാണെങ്കിൽ അതാർക്കെങ്കിലും ഞാൻ കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബുക്സും നമ്മളൊക്കെ കൊടുക്കൂട്ടാക്കൊന്നും അങ്ങനെ വെക്കില്ല. അത് കാരണം കൊണ്ട് കൂടുതൽ സാധനങ്ങൾ പരത്തിടാനോ വലിച്ചിടാനോ റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കബോർഡിൻ്റെ ഉള്ളിലോ ഒന്നും അങ്ങനെ സാധനങ്ങളില്ല. പിന്നെ നമ്മൾ അലമാരൻ്റെ ഉള്ളിൽ ഡ്രസ്സുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഞാൻ അലമാരൻ്റെ ഉള്ളിൽ ഞാൻ വൃത്തിയാക്കലുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് അലമാരൻ്റെ ഉള്ളും ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ അലമാരൻ്റെ പുറം ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് പോകാനേ ഉള്ളൂ. ഇനി ഞാൻ ഇതാ വെള്ളത്തിൽ നമ്മൾ ലേസോളൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് എല്ലാതൊന്നും തുടച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മളെ മെഷീനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മെഷീനൊക്കെ നമ്മൾ തുടച്ചിട്ടില്ലെങ്കിൽ ഇടയിലൊക്കെ അങ്ങനെ പൊടി പിടിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. മെഷീൻ ഞാൻ എപ്പോഴൊന്നും അങ്ങനെ തുടക്കലില്ല, അതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ തുടക്കുള്ളൂ, പക്ഷെ ഒന്നുമില്ല. അങ്ങനെ അതും ഒറ്റ പ്രാവശ്യം തുടച്ച് പോകുമ്പോൾ തന്നെ നമുക്കതങ്ങനെ ക്ലീനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ജനലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പോലെ എല്ലാ ഭാഗവും വെള്ളം ഒഴിച്ച് ഒരതി കഴുകണം അങ്ങനെയുള്ള നനച്ചുള്ളിപ്പണിയൊന്നും ഇപ്പോൾ ആരും ചെയ്യലില്ല. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുക. ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് തന്നെയല്ലേ നമ്മൾ എടുക്കുള്ളൂ. കഴുകലുണ്ടോയെന്ന് അറിയില്ല, കഴുകാനൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ വൃത്തിയാവുമല്ലോ, ജനലിൻ്റെ ഗ്ലാസ്സുകളും അതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൊടികൾ വരാതിരിക്കാനും മാറാല കെട്ടാതിരിക്കാനുള്ള ഒറ്റ വഴി നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജനലുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽ നമുക്ക് തുടക്കാൻ ഈസി ആയിട്ട്. ജനലിൻ്റെ മുകളിൽ മാറാല കെട്ടി കിടക്കുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായി പൊടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് 1 2 3 പ്രാവശ്യമൊക്കെ നമ്മൾ തുടച്ചെടുക്കേണ്ടി വരും. അപ്പോഴാണ് അത് ക്ലീനായിട്ട് പോകുള്ളൂ. പക്ഷേ അതുപോലെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ബ്രഷും കയ്യിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇടയ്ക്കൊന്ന് കർട്ടൻസൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് നമ്മൾ ആ ബ്രഷ് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആവശ്യം വരുള്ളൂ നമുക്കതിന്. അങ്ങനെ നമുക്ക് തട്ടിയിട്ട് നമ്മളിങ്ങനെ അടിച്ചു വരിട്ട് ഇങ്ങനെ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനലിൻ്റെ മുകളിലോ കമ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഭാഗങ്ങളിലൊന്നും ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലീനായിട്ട് തന്നെ എപ്പോഴും കിടക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്കൊരു ഈ നനച്ചുള്ളി സമയത്തൊക്കെ അത്ര ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. ഈ നനച്ചുള്ളിപ്പണി എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് തുടച്ച് വരാൻ അധികം ടൈമും നമുക്ക് ആവശ്യം വരില്ല.
പിന്നെ സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത സാധനം നമ്മൾ ഒഴിവാക്കി വീടിൻ്റെ ഉള്ളിൽ വെക്കാനേ പാടില്ല. അങ്ങനെ ആയാലാണ് നമുക്ക് ഇതൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി അതൊക്കെ ഈ ഒരു നനച്ചുള്ള സമയത്തായിരിക്കും ചിലർ ചെയ്യുക. എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വലിച്ചിടും. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം വെക്കും. ആവശ്യമില്ലാത്ത കുറേ കൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവലുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര ഭാരമായിട്ട് തോന്നും നമുക്ക് ഈ പണി. അപ്പോൾ അത് കുറേശ്ശെ ആകുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ എന്ത് സാധനമാണ് നമുക്ക് ആവശ്യമില്ല ആ ഉടനെ തന്നെ അതുകൊണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ പണി കുറേ ഭാരമൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കട്ടിൻ്റെ അടിയിൽ മേശ ടേബിള് കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുപോയിട്ട് വെക്കണ ശീലം കൂടി നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഭാരമായിട്ട് വരില്ല കേട്ടോ. അതൊക്കെ പിന്നെ എടുക്കാനും ഒഴിവാക്കാനും തട്ടാനും കൊട്ടാനൊക്കെ നിൽക്കേണ്ടി വരും. ഞാനങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യമേ തുടച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നിലം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നിലമൊക്കെ കഴുകണമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ചിലരൊക്കെ. പക്ഷെ ഞാനങ്ങനെ കഴുകുന്നില്ല. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. അപ്പോൾ തന്നെ നല്ല വൃത്തിയായി കിട്ടും. പിന്നെ നമ്മൾ നിലമാണെങ്കിലും എന്നും ആഴ്ചയിൽ ദിവസമെങ്കിലും ഞാൻ മുകളിലൊന്ന് തുടക്കലുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മുകളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വൃത്തിയായിട്ട് കിടക്കും. എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കലുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നനച്ചുള്ള സമയത്ത് പിന്നെ എല്ലാ ഭാഗവും ജനലും വാതിലുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാര്യമായിട്ട് തുടക്കൽ ഒരു സമയത്തിനാണ്. പക്ഷെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മെയിനായിട്ടുള്ള കാര്യം ബ്രഷ് വെച്ച് നന്നായി തട്ടി കൊടുക്കും. പിന്നെ നന്നായിട്ട് ഞാൻ അടിച്ചു വാരിയെടുക്കും കേട്ടോ. സാധനങ്ങളൊന്നും ഇല്ലാതെ ക്ലീനാക്കി എപ്പോഴും അടിച്ചു വാരിയെടുക്കും. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ പൊടികളോ അല്ലെങ്കിൽ നമ്മളെ കച്ചറ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വാതിലും ജനലും ഒക്കെ പൊടി തട്ടി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പൊടി പിടിക്കുന്നില്ല. നനച്ച് തുറക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമും ഹോളും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഹാൻഡിലും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മുകളിലത്തെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് ഷൂ റാക്കാണ്. ഇവിടെ അങ്ങനെ ചെരുപ്പുകൾ കുട്ടികൾ ഇങ്ങനെ വേഗം കൊടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഓർഡറൊക്കെ തെറ്റിയിട്ട് അങ്ങനെ കിടക്കും. എന്നാലും ഞാനിത് ഇടയ്ക്കെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കലുണ്ട്. പിന്നെ അതുപോലെ ഒന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് തുടക്കണി ചെയ്യണത്. നമ്മുടെ വീട്ടിൽ എന്ത് സാധനം നമ്മൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് നോക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ നമ്മളെ വീടിൻ്റെ വൃത്തി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കുറേ ഒരു സാധനങ്ങൾ ഫർണിച്ചറുകളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഷോ പീസുകളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറേ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കി കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ വീട് നോക്കാനൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. ഇനി സ്റ്റെപ്പ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ക്ലീനിങ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കുറേ സാധനങ്ങളൊന്നും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കലില്ല. എനിക്ക് ആവശ്യമുള്ളതും അല്ലെങ്കിൽ ഇത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ്ങിന് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല. പിന്നെ നമ്മൾ അവിടെ സ്റ്റെപ്പൊക്കെ തുടച്ച് വന്നതിന് ശേഷം ഈ ബാത്റൂം ഒന്ന് കഴുകിയെടുക്കണം കൂടിയുണ്ട്. ഈ ബാത്റൂം നമ്മളങ്ങനെ കൂടുതൽ യൂസാക്കാത്തൊരു ബാത്റൂമാണ്. താഴെയുള്ളതാണ് നമ്മൾ കൂടുതൽ യൂസാക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് കഴുകാനും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ബാത്റൂം കഴുകൽ കഴിഞ്ഞിട്ട് ഇനി ഞാനിവിടെ നിന്ന് മേലെ കഴുകിയിട്ട് ഡ്രസ്സ് മാറ്റി നിസ്കരിച്ചും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ താഴത്തുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യല്ലേ. നമ്മൾ ഏത് റൂമാണോ അല്ലെങ്കിൽ ഏത് ഭാഗമാണോ ക്ലീനാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രം ശരിയാക്കാതെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ക്ലീനാക്കിയിട്ടാണ് ഈ ഒരു ക്ലീനിങ്ങിനായിട്ട് നമ്മൾ നിൽക്കലല്ലേ. ഏത് ഭാഗമാണ് ക്ലീനാക്കാൻ നോക്കുന്നത് ആ ഭാഗത്തേക്ക് വരുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗമാണ് കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾക്ക് നിൽക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് നമ്മളെ ക്ലീനിങ് പോവുള്ളൂ. അപ്പം ഞാൻ കുളി കഴിഞ്ഞ കാരണം കൊണ്ട് ഇനി ഒന്ന് എല്ലാ ഇതൊന്ന് ബാത്റൂം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് മേലെഴുകിയിട്ട് ഇനി നമ്മൾ നിസ്കരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകാനും കൂടി ഉണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞിരുന്നു വേഗം ക്ലീൻ ചെയ്തതിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ പെങ്ങളും ഒക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് പുറത്ത് പോകണം. ജസ്റ്റ് ഇങ്ങനെ കടലും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലീനിങ് തന്നെ ഞാൻ വേഗം കഴിച്ചിട്ട് ഇനി താഴത്തേക്ക് പോവാണ്.
പിന്നെ ആഴ്ചയിലൊരു ദിവസം ഞാൻ എല്ലാ ബാത്റൂമും ഒന്ന് കഴുകിയെടുക്കലുണ്ട്. നമ്മൾ ഏത് ബാത്റൂമാണോ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ തന്നെ നമ്മൾ പിന്നീട് കുളിച്ചിട്ട് വരും. അപ്പോൾ അന്ന് നമ്മൾ ആ ബാത്റൂമാണ് കുളിക്കാനും ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ എന്തായാലും ഈ മുകളിലുള്ളത് ടോയ്ലറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ കൂടുതൽ യൂസ് ആക്കലില്ല. നമ്മൾ ഒതെടുക്കാൻ നിസ്കരിക്കുമ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുള്ളൂ. അതാണ് ഞാൻ കൈ വെച്ചിട്ട് കഴുകണം. ഗ്ലൗസ് ഇട്ടിട്ടാണ് സാധാരണ നമ്മൾ ബാത്റൂമൊക്കെ കഴുകൽ. ഇതങ്ങനെ യൂസാക്കാത്ത കാരണം കൊണ്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ ക്യാമറ അങ്ങനെ ഓണാക്കാനും ഓഫാക്കാനൊക്കെ ആകുമ്പോൾ ഗ്ലൗസ് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതാണ് അങ്ങനെയൊക്കെ ആണ് നമ്മളെ ഇന്നത്തെ ക്ലീനിങ് ഇട്ടാ. ഇനി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ക്ലീനിങ്ങിൽ തോന്നിയിട്ടുള്ള കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ അടുത്തത് ഒരു ദിവസം നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിനായിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ. അത് തന്നെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കഴുകാനുള്ള കാരണം കൊണ്ട് കുറച്ച് ടൈം എടുക്കും അതിന്. അത് ഞാൻ ഇനി അടുത്ത ദിവസം ആ ക്ലീനിങ്ങിന് നിൽക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ ക്ലീനിങ് ഇട്ടാ. ഇനി നമ്മളിത് പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ നമ്മൾ കടലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. ബീച്ചിൽ ഇതുപോലെ ഇങ്ങനെ പോയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്തത് എനിക്ക് എന്താണ് കടലാണ്. ഇതിൻ്റെ തിരകളിങ്ങനെ നോക്കുന്നതും ഇറങ്ങുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാനും മോനും പിന്നെ ഇക്കാൻ്റെ പെങ്ങന്മാരും കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വെറുതെ ഇറങ്ങിയതായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വേറൊരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 9:30 സമയത്ത് ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇടട്ടാ. പിന്നെ നിങ്ങൾ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.